വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് 26.5 കോടി രൂപ നഷ്ടപരിഹാരം അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് വൈത്തിരി താലൂക്ക് കൽപ്പറ്റ വില്ലേജിൽ ഉൾപ്പെടെ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിയിലെ 64.4075 ഹെക്ടറാണ് ഏറ്റെടുക്കുന്നത്. ഇതിന് വിശദവില്ല വിവര റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന തുക ഏകദേശം 26,56,10,769 രൂപയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കാനാണ് ഈ തീരുമാനം. ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 7 കുട്ടികൾക്കും മാതാപിതാക്കളിൽ ഒരാൾ മാത്രം നഷ്ടപ്പെട്ട 14 കുട്ടികൾക്കും പഠന ആവശ്യത്തിന് വേണ്ടി 10 ലക്ഷം രൂപ വീതം അനുവദിക്കാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. 18 വയസ്സ് വരെ തുക പിൻവലിക്കാൻ കഴിയില്ലെന്ന വ്യവസ്ഥയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് ധനസഹായം ലഭിക്കുന്നത്. വനിതാ ശിശു വികസന വകുപ്പ് അനുവദിച്ച ധനസഹായത്തിന് പുറമെയാണിത്. തുക ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച് പ്രതിമാസ പലിശ ബന്ധപ്പെട്ട കുട്ടിയുടെ രക്ഷകർത്താവിന് ഓരോ മാസവും നൽകുന്നതിന് വയനാട് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വയനാട് ടൗൺഷിപ്പ് പദ്ധതികളുടെ നടത്തിപ്പിനായി രൂപീകരിച്ച പദ്ധതി നിർവഹണ യൂണിറ്റുകൾ വിവിധ തസ്തികകളിൽ അനുവദിച്ചിട്ടുമുണ്ട്. അക്കൗണ്ട്സ് ഓഫീസർ, സിവിൽ എഞ്ചിനീയർ എന്നീ തസ്തികകൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ എന്ന തസ്തിക ഫിനാൻസ് ഓഫീസർ എന്ന് പുനർനാമീകരണം ചെയ്യും. സ്റ്റാഫിന്റെ നിയമനം നടത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ വയനാട് ടൗൺഷിപ്പ് പ്രോജക്ട് സ്പെഷ്യൽ ഓഫീസർക്ക് അനുമതി നൽകുകയും ചെയ്യും. പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിന്റെ തലവനായി വയനാട് ടൗൺഷിപ്പ് പ്രോജക്ട് സ്പെഷ്യൽ ഓഫീസറിനെ ചുമതലപ്പെടുത്താനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ധനസഹായവും ലഭിക്കുന്നുണ്ട്. വയനാട് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 7 കുട്ടികൾക്കും മാതാപിതാക്കളിൽ ഒരാൾ മാത്രം നഷ്ടപ്പെട്ട 14 കുട്ടികൾക്കും പഠന ആവശ്യത്തിന് വേണ്ടി മാത്രം 10 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്യും. 18 വയസ്സ് വരെ തുക പിൻവലിക്കാൻ കഴിയില്ലെന്ന വ്യവസ്ഥയിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കുട്ടികൾക്ക് ധനസഹായം നൽകുന്നത്. മാത്രമല്ല, വനിതാ ശിശു വികസന വകുപ്പ് അനുവദിച്ച ധനസഹായവും ഇതിനു പുറമെ ലഭിക്കുന്നതായിരിക്കും. തുക ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചതിന് പ്രതിമാസ പലിശ ബന്ധപ്പെട്ട കുട്ടിയുടെ രക്ഷകർത്താവിന് ഓരോ മാസം നൽകുകയാണെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. വയനാട് ടൗൺഷിപ്പ് പദ്ധതികൾക്കായി രൂപീകരിച്ച പദ്ധതി നിർവഹണ യൂണിറ്റിന്റെ തസ്തികകളിൽ പീച്ചി ഡാം അപകടം മൂലമുണ്ടായ മരണമടഞ്ഞ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ധനസഹായം ലഭിക്കുകയും ചെയ്യും. തൃശൂർ പീച്ചി ഡാമിന്റെ റിസർവോയിൽ ജനുവരി 12 അപകടത്തിൽ മരണമടഞ്ഞ 3 കുട്ടികളുടെ മാതാപിതാക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം അനുവദിക്കുകയും ചെയ്യും. 2 ലക്ഷം രൂപ വീതമാണ് കുടുംബത്തിന് അനുവദിക്കുന്നത്. അലീന, ഐറിൻ, ആൻ ഗ്രേസ് എന്നിവരാണ് മരണപ്പെട്ടത്. അപകടത്തെ തുടർന്ന് ചികിത്സ കഴിഞ്ഞ് മടങ്ങിയ നിമയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 1 ലക്ഷം രൂപയും സഹായം ലഭിക്കുന്നതായിരിക്കും. ആലപ്പുഴയിൽ വനിതകൾക്കും കുട്ടികൾക്കുമുള്ള ട്രാൻസിറ്റ് ഹോം, ആലപ്പുഴ ജില്ലയിൽ കെയർ ഹോം ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ എന്ന സ്ഥാപനത്തിന്റെ കെട്ടിടത്തിൽ വിദേശികളായ വനിതകളെയും കുട്ടികളെയും പാർപ്പിക്കുന്നതിനുള്ള ട്രാൻസിറ്റ് ഹോം ആരംഭിക്കുന്നതിന് അനുമതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അനധികൃതമായി രാജ്യത്ത് പ്രവേശിക്കുന്നതോ പാസ്പോർട്ട് വിസ കാലാവധി തീർന്ന ശേഷവും അനധികൃതമായി രാജ്യത്ത് തുടരുന്നതോ ശിക്ഷാ കാലാവധി കഴിഞ്ഞോ പരോളിലോ മറ്റു വിധത്തിൽ ജയിലിൽ സംരക്ഷണം ആവശ്യപ്പെടുന്നവരായ വിദേശികൾക്കാണ് ട്രാൻസിറ്റ് ഹോം സൗകര്യം ഉണ്ടാകുന്നത്. മുദ്രവില, രജിസ്ട്രേഷൻ, ഫീസ് ഇളവ്, കർദിനാൾ മാർ ക്ലിമസ് കത്തോലിക്ക ബാവയുടെ ഭവന പദ്ധതി പ്രകാരം ലഭിച്ച പയ്യന്നൂർ, കാങ്കോൽ, ആലക്കാട് ദേശത്ത് വീട്, 2.03 വീതമുള്ള വസ്തുവും 10 ഗുണഭോക്താക്കളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് മുദ്രവില, രജിസ്ട്രേഷൻ ഫീസ് എന്നിവയിൽ ഇളവ് ലഭിക്കുകയും ചെയ്യും. ഇവർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണെന്ന ബന്ധപ്പെട്ട തഹസിൽദാരുടെ സാക്ഷ്യപ്പെടുത്തലിന് വിധേയമാക്കുകയാണ് ഇളവ് ലഭിക്കാനുള്ള സാധ്യതയുള്ളത്. ടെൻഡർ അംഗീകരിച്ച് കണ്ണൂർ ജില്ലയിൽ സുൽത്താൻ കനാലിൽ 300 മീറ്റർ മുതൽ 460 മീറ്റർ വരെ വടിക്കൽ റോഡിന് വടക്കുവശത്ത് വലതുകര സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണത്തിന് ഏകദേശം 1,78,37,850 രൂപയുടെ ടെൻഡറും അംഗീകരിച്ചിട്ടുണ്ട്. വിവിധ മാറ്റങ്ങളാണ് കേരള സർക്കാർ ഈ വർഷം വരുത്തുന്നത്. എന്നാൽ പോലും ഇനി എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നതെന്നുള്ളതും അറിയില്ല. ഇലക്ഷൻ പ്രമാണിച്ചിട്ടുള്ള പല പദ്ധതികളും ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് അടുത്ത ഭരണം പിടിക്കുന്നതിന് വേണ്ടി മാത്രമാണോ, അതോ ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുമോ എന്നുള്ള കാര്യമെല്ലാം കണ്ടു തന്നെ അറിയാം.